അപ്പോൾ അങ്ങനെ ചേലക്കര വളരെ വ്യക്തമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ലീഡിനെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. 4500 എത്തുന്നു. അത് 3 റൗണ്ട് കഴിയുമ്പോൾ തന്നെയാണ് 4500 ലീഡ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ചോദിക്കുന്നു പാലക്കാട് എന്താവും. അതെ എന്താവും എന്നതിനെ സംബന്ധിച്ച സാധ്യതകളും ഈ കണക്കുകൾ നൽകുന്ന ചില സൂചനകളും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മുന്നണികളെയും ഇനി വരുന്ന റൗണ്ടുകൾ എങ്ങനെ സ്വാധീനിക്കാം, എങ്ങനെ ബാധിക്കാം എന്നുള്ളതാണ്. ഏതാണ്ട് 1ഉം 2ഉം റൗണ്ടുകളിൽ BJP അവർ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസിലേക്ക് പോയിട്ടില്ല. 3ആം റൗണ്ടിൽ അത് കുറെ കൂടി അവരെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതുവരെ നഗരസഭയ്ക്കകത്ത് അവർക്ക് ആ നിലയിൽ ലീഡ് ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന ലീഡ് പോവുകയും ചെയ്തു. UDF ലീഡ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വളരെ പ്രധാനമായ കാര്യം, ഇടതുമുന്നണി നേടുന്ന വോട്ടുകൾ അത് വലിയ തോതിൽ മറ്റ് 2 മുന്നണികളുടെയും വോട്ടുകളെ സമാഹരിക്കുന്നുണ്ട് പാലക്കാട് നഗരസഭയ്ക്കകത്ത് LDF എന്നുള്ളതാണ്. 3000-ൽ പരം വോട്ടുകൾ അധികമായി 3 റൗണ്ട് കഴിയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ ഡോക്ടർ പി സരിൻ നേടിയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ട്രെൻഡ് മറ്റ് 3 സ്ഥലങ്ങളിൽ 3 പഞ്ചായത്തുകളിൽ എങ്ങനെയാകും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത റൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ അതാണ് എന്താകും എന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു മറുപടിയോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ സാധ്യതകളോ അങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ 3 മണ്ഡലങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്, വയനാടും പാലക്കാടും ചേലക്കരയും. മനു, അതുപോലെ തന്നെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര കൂടി അവിടെയൊക്കെ വളരെ മുന്നേറ്റം. മഹാരാഷ്ട്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ 160 എത്തുകയാണ്. 62 അല്ലേ? ഓക്കെ, മഹാവികാസ് അഘാടി 120 ചുരുങ്ങിയിരിക്കുന്നു. മറ്റുള്ളവർ 8. മറ്റുള്ളവർ ആരാണെന്ന് നമുക്ക് പിന്നീട്. ജാർഖണ്ഡ് 41-39 ഇഞ്ചോടിഞ്ചാണ്. 81 മണ്ഡലങ്ങളെ ആകെയുള്ളൂ. അവിടെ കണക്കുകൾ ഏകദേശം വ്യക്തമായി വരുന്നുണ്ട്. അവിടെ എന്തും സംഭവിക്കാം ജാർഖണ്ഡിൽ, അതാണ് സ്ഥിതി. പക്ഷേ മഹാരാഷ്ട്രയിൽ ആധിപത്യം ഏകദേശം ഉറപ്പിക്കുന്നുണ്ട്. ആ ഒരു അന്തരം കൂടി വരുന്നു. BJP സഖ്യം, മഹായുതി സഖ്യം ഇപ്പോൾ വലിയ തോതിൽ 160 കടന്ന് ലീഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് 39 സീറ്റുകളിലാണ് ജാർഖണ്ഡിൽ ലീഡ് ചെയ്യുന്നത്. വളരെ ചെറിയ വ്യത്യാസം മാത്രമേ BJPയുമായുള്ളൂ അല്ലെങ്കിൽ NDA സഖ്യവുമായിട്ടുള്ളൂ. പക്ഷേ മഹാരാഷ്ട്രയിലല്ല, 167-116 എന്ന നിലയിൽ നിൽക്കുകയാണ്. 167 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് മഹായുതി സഖ്യം, BJP സഖ്യം, NDA ആണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ ആ കണക്കുകൾ ആരും ഒന്നും പറയുന്നില്ല, ലീഡ് വരുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും അങ്ങനെ ചായ കുടിക്കാൻ പോയോ, എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അതിലെ പറഞ്ഞ ലീഡ് നിലയിൽ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. 4498 ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥിയുടെ ലീഡ്. UDF 1228 പാലക്കാട്, മറുവശത്ത് 69,669 പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു. അപ്പോൾ ഈ ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ ചേലക്കരയിൽ ഇനിയിപ്പോൾ അടുത്തത് എണ്ണാൻ പോകുന്നത് പാഞ്ഞാൾ പഞ്ചായത്താണ്. അതും LDFന്റെ ശക്തി കേന്ദ്രമല്ലേ? പാഞ്ഞാൾ നോക്കിയാൽ പാഞ്ഞാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 952 വോട്ടിന്റെ ലീഡാണ്. 70,000 കടന്നു പ്രിയങ്കയുടെ ലീഡ്. 71,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 70,000 കടന്ന ലീഡ് എന്നുള്ളതാണ് വളരെ മികച്ച ലീഡ്. 71,158. അപ്പോൾ നമുക്ക് ചേലക്കരയിലേക്ക് വരാം. അടുത്തത് എണ്ണാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന വിവരങ്ങൾ അല്പം കഴിയുമ്പോൾ സാലി പറയാൻ പോകുന്നത് പാഞ്ഞാളിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. പാഞ്ഞാളിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ചപ്പോൾ പാഞ്ഞാൾ പഞ്ചായത്തിൽ LDFന് ലഭിച്ച ലീഡ് 952 ആണ്. ചില വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്പറിൻ്റെ കാര്യത്തിൽ വന്നത്, പക്ഷേ 952 എന്നുള്ള ലീഡാണ്. അതേസമയം 21-ൽ കെ രാധാകൃഷ്ണൻ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയ ലീഡ് 4920 നമ്മൾ കഴിഞ്ഞ റൗണ്ടുകളിൽ പറഞ്ഞതുപോലെ ഈ 952-ൽ നിന്ന് എത്രമാത്രം ലീഡ് ഉയർത്താൻ പാഞ്ഞാൾ പഞ്ചായത്തിൽ LDFന് കഴിയും? അവിടെ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിർത്താൻ LDFനെ പിടിച്ചു നിർത്താൻ UDFന് കഴിയുമോ? എന്നാൽ 21-ൽ നേടിയ 4,900 കണക്ക് പറയട്ടെ. 5032 എന്ന് കേൾക്കുന്നു. നമ്മുടെ UR പ്രദീപിന്റെ ലീഡ് 5032 എത്തി എന്ന് കേൾക്കുന്നു. അത് ഒഫീഷ്യലായിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു കണക്ക് കൂടി ആ മേഖലയിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് ആളുകൾ തരുന്നുണ്ട്. 5032 വോട്ടിലേക്ക് ലീഡ് ഉയർത്തിയിട്ടുണ്ട് LDF സ്ഥാനാർത്ഥി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ അല്ല. അത് ഈ ഇങ്ങനെ എല്ലാ വിവരങ്ങളും കൂടി അൺഒഫീഷ്യൽ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു റൗണ്ടിൽ എണ്ണിക്കഴിയുന്ന ആ ഓരോ ടേബിളിലെയും എണ്ണിക്കഴിഞ്ഞ് അത് ടാബുലേഷൻ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലേക്ക് പോയി ടാബുലേറ്റ് ചെയ്തിട്ടാണ് ആകെ വിവരം വരുന്നത് റൗണ്ടിന്. പക്ഷേ ഇതിനിടയിൽ ചില ബൂത്തുകളുടെ വിവരങ്ങൾ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പാഞ്ഞാൾ എണ്ണുകയാണെന്നിരിക്കട്ടെ, ആ പാഞ്ഞാളിലെ ചില
ടേബിളുകളിലെ ചില ബൂത്തുകളുടെ വിവരങ്ങൾ വരും. അപ്പോഴാണ് നൂറുകണക്കിന് വോട്ടുകളുടെ ലീഡിൻ്റെ ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. പക്ഷേ അത് സമഗ്രമായി ടാബുലേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ മിനിറ്റുകൾ കൂടി കഴിയും. ആ കഴിയുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു വ്യക്തമായ പിക്ചർ വരും. അതാണ് ഞാൻ പറഞ്ഞത്. പാഞ്ഞാളിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4920 വോട്ടിന്റെ ലീഡ് LDF നേടിയതാണ്. സ്ഥിരീകരിക്കുന്നു 5112 LDF സ്ഥാനാർത്ഥി. ചേലക്കരയിൽ UR പ്രദീപിന്റെ ലീഡ് 5112, 5000 കടന്നിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയുടെ ലീഡ് 5000 കടന്നിരിക്കുന്നു ചേലക്കരയിൽ. വളരെ പ്രധാനപ്പെട്ടതാണ് 5112. ഇപ്പോൾ പാഞ്ഞാളിലേക്ക് കടക്കുമ്പോഴുള്ള ലീഡാണല്ലേ അത്? അതെ അതെ അതെ, അങ്ങനെയാണ് കരുതേണ്ടത്. അതോ ഇനി മൂന്നാം റൗണ്ടിന്റെ ഫൈനലൈസേഷൻ ആണോ, ടാബുലേഷൻ കഴിഞ്ഞു വരുന്നതാണോ എന്നറിയാം. കാരണം ചെറിയ ഡിഫറൻസ് സാലി ഉണ്ടെങ്കിൽ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. നമ്മളുടെ അടുത്ത് ഇതുവരെ സംസാരിച്ചപ്പോൾ പറഞ്ഞ 4498. സാലി 5000 കടന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ നേടിയ ആ മണ്ഡലത്തിൽ നേടിയ ലീഡിലേക്ക് കേവലം 3 റൗണ്ട് കഴിയുമ്പോഴേക്കും ചേലക്കരയിൽ LDF എത്തുന്നുണ്ട്. ഇത് മൂന്നാം റൗണ്ടിൻ്റെ ആണോ അതോ പാഞ്ഞാൾ വിവരങ്ങൾ കൂടി ചേർത്താണോ? പാഞ്ഞാൾ 4ാം റൗണ്ടാണ്. ശരത്ത് പാഞ്ഞാളിലേക്ക് കടന്നിട്ടില്ല. ചെറുതുരുത്തിയിലെ ഇനിയും 4 ബൂത്തുകൾ കൂടിയുണ്ട്. 43 മുതൽ 43, 44, 45, 46 ബൂത്തുകൾ അവശേഷിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ള കണക്കാണിത് 5112 എന്ന് പറയുന്നത്. അപ്പം ചെറുതുരുത്തി കഴിയുമ്പോൾ അതൊരു 4500 മുകളിലേക്ക് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നീടാണ് പാഞ്ഞാളിലേക്ക് വരിക. ഈ 4ാം റൗണ്ടിൽ പാഞ്ഞാളിലെ 10 ബൂത്തുകൾ മാത്രമേ ഉള്ളൂ. ചെറുതുരുത്തിയിലെ 4ഉം പാഞ്ഞാളിലെ 10ഉം ചേർന്നാണ് 4ാമത്തെ റൗണ്ട്. ഈ 4ാമത്തെ റൗണ്ടിലേക്ക് കടന്നിട്ടില്ല. 4ാമത്തെ റൗണ്ടിന്റെ ഔദ്യോഗികമോ ഔദ്യോഗികമായ ഒരു കണക്ക് ലഭിച്ചിട്ടില്ല. അത് ഏതായാലും മെഷീൻ EVM എത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം സാലി, 3ാം റൗണ്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഇപ്പോൾ പറയുന്ന 5112 അല്ലേ? അത് ഔദ്യോഗികമല്ല, ഔദ്യോഗികം ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ അനൗദ്യോഗികം നമുക്ക് ലഭിക്കുന്ന ഒരു 5112 ആണ്. ചെറുതുരുത്തിയിലെ 14 ബൂത്തുകളാണ് അതിലുള്ളത്. ഓക്കെ, മനസ്സിലായി. ചെറുതുരുത്തിയിലെ 14 ബൂത്ത്. ഈ ചെറുതുരുത്തിയിലെ വേറെ 4 ബൂത്തുകളും പാഞ്ഞാളിലെ 10 ബൂത്തും ചേർന്ന് അടുത്ത റൗണ്ടിലേക്ക് ഇപ്പൊ കടക്കും. മനസ്സിലായി, ക്ലിയർ ആയി. അതിലേക്ക് വരാം.